ഇന്ത്യയിലെ ഓരോ ദേശസ്നേഹിയും കേൾക്കാൻ കാത്തിരുന്ന വാർത്ത, ഒരു വലിയ വാർത്ത, ബിഗ് ബ്രേക്കിംഗ്. ഇന്ത്യയിലെ മുംബൈ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ദാവൂദ് ഇബ്രാഹിം ഗുരുതരാവസ്ഥയിൽ കറാച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വിഷമുള്ളിൽ ചെന്നാണ് ദാവൂദ് ആശുപത്രിയിൽ എത്തിയതെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത്. പാക് മാധ്യമപ്രവർത്തകനായ അർസു കാസിം തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് ദാവൂദിനെ വിഷം കൊടുത്തു കൊന്നു എന്നാണ്. അതായത് കറാച്ചി ആശുപത്രിയിലുള്ള എല്ലാ രോഗികളെ ഒഴിപ്പിച്ച് ദാവൂദ് മാത്രമാണ് ആശുപത്രിയിൽ, അടുത്ത ബന്ധുക്കളെ മാത്രമാണ് അവിടെ പ്രവേശിപ്പിക്കുന്നത്. ഏതായാലും കൂടുതൽ വിവരങ്ങൾക്കായി മുംബൈ പോലീസ് അലിഷ പാർക്കർ, സാജിദ് വാഗലെ തുടങ്ങിയ ദാവൂദിന്റെ ബന്ധുക്കളുമായി ബന്ധപ്പെടുന്നുണ്ട്. ഏതായാലും വലിയൊരു വാർത്ത തന്നെ. ഇതോടുകൂടി തന്നെ പാകിസ്ഥാനിൽ ഒരു പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തയും പുറത്തു വരും. നമുക്കറിയാം, സാജിദ് മിറിൻ കഴിഞ്ഞ ദിവസം ജയിലിനുള്ളിൽ വിഷം കഴിച്ച നിലയിൽ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുകയും പിന്നീട് കൊല്ലപ്പെടുകയും ചെയ്തിരുന്നെങ്കിൽ അതിന് തൊട്ടു പിന്നാലെ ദാവൂദ് ഇബ്രാഹിം, ഇതാ ഇന്ത്യ നോട്ടമിട്ട മോസ്റ്റ് വാണ്ടഡ്, ലോകം നോട്ടമിട്ട ക്രിമിനൽ, ഇതാ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ലാഹോർ, കറാച്ചി, ഇസ്ലാമാബാദ് തുടങ്ങിയ നഗരങ്ങളെല്ലാം ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, എക്സ് തുടങ്ങിയവ പ്രവർത്തിക്കുന്നില്ല. ഇന്റർനെറ്റ് തകരാറിലായി എന്നാണ് പറയുന്നതെങ്കിലും പാകിസ്ഥാൻ ഔദ്യോഗികമായി തന്നെ സോഷ്യൽ മീഡിയകളും ഒപ്പം തന്നെ ഇന്റർനെറ്റ് ബന്ധങ്ങളും നിരോധിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. കൂടുതൽ വിവരങ്ങളുമായി പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്താം. ഏതായാലും വളരെ സന്തോഷകരമായ വാർത്ത. ഇനി വിഷമുള്ളിൽ ചെന്നായാലും ചെന്നില്ലെങ്കിലും ഈ ദാവൂദിനെ പോലുള്ളവൻ പുഴുത്തു ചാകുന്നത് കേൾക്കാൻ ആയിരങ്ങൾ, പതിനായിരങ്ങളല്ല, 140 കോടി ജനമാണ് കാത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.